മോസ്റ്റ് ഓഫ് സ്റ്റോക്കുകൾ 50-ഡേ മൂവിംഗ് ആവറേജിൻ്റെ മുകളിൽ എത്തണമെങ്കിൽ മാർക്കറ്റ് തിരിച്ച് മുകളിൽ എത്തണം. എല്ലാ മാസവും DISന് SIP വന്നുകൊണ്ടേയിരിക്കുന്നു, NFOs വന്നുകൊണ്ടേയിരിക്കുന്നു, ക്യാഷ് ഫ്ലോ വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇവരിതിന് എപ്പോൾ വിൽക്കും? അന്ന് ഞാൻ കൃത്യമായിട്ട് ആ March 20 എന്നുള്ള ഡേറ്റ് സ്പെസിഫൈ ചെയ്ത് പോലും പറയും. അപ്പോൾ March 20 മുൻപ് തന്നെ റിവേഴ്സൽസ്, ഒരാഴ്ച മുമ്പ് തന്നെ റിവേഴ്സൽസ് കാണിച്ചു. ഇന്നും മാർക്കറ്റ് വളരെ നല്ലതാണ്. ഇനി നമ്മുടെ മുൻപിലിരിക്കുന്നത് ഏപ്രിൽ. അങ്ങനെ മാർച്ച് പകുതിയോടുകൂടി മാർക്കറ്റ് ഒരു റിവേഴ്സൽ സ്റ്റാർട്ട് ചെയ്തൊരു ഫീല് നമുക്ക് തരുന്നുണ്ട്. പല റെസിസ്റ്റൻസ് ലെവൽസും ബ്രേക്ക് ചെയ്താണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. ഇന്നിപ്പോൾ March 20 സോ ഇന്നും മാർക്കറ്റ് 23,000 ബ്രേക്ക് ചെയ്ത് 23,200 എത്തി നിൽക്കുകയാണ് അല്ലേ. നമ്മളിപ്പോൾ ഈ പോഡ്കാസ്റ്റ് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ വൈകിട്ട് എങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത് നമുക്കറിയത്തില്ല. എന്തായാലും ഒരു ബുള്ളിഷ് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ എന്താണ് സുനിൽ, മാർക്കറ്റ് റിവേഴ്സ് ആയോ എന്ന് ചോദിക്കുമ്പോൾ പബ്ലിക് ഒപ്പീനിയൻ എന്താണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മളിപ്പോഴും പല ഗ്രൂപ്പുകളിലെ ഡിസ്കഷൻസോ അല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പുകളിലെ ഡിസ്കഷൻസൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിനൊരു റീട്രേസ്മെൻറ്റ് മാത്രമായിട്ട് കാണുന്ന ഒരു കമ്മ്യൂണിറ്റി ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ കൂടുതൽ ഇനിയും ഒരു കറക്ഷൻ പ്രതീക്ഷിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു ട്രെൻഡ് നിലനിന്നേക്കാം. ഇവിടെ നിന്ന് നേരെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് പോവും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മൾ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളൊരു 1.5% ഒരു മൂവ്മെൻറ്റ് കണ്ടു. നെക്സ്റ്റ് ഡേ ഫോളോ ത്രൂ കണ്ടു. ഇന്ന് ഏകദേശം ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻസിൽ 1.3% 300 പോയിൻറ്റിൻ്റെ അപ്സൈഡ് കാണുന്നുണ്ട്. നമ്മൾ റിവേഴ്സൽ ചാർട്ട് നോക്കുകയാണെങ്കിൽ നല്ല വോളിയുള്ള, നല്ല ബോഡിയുള്ള, നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ള കുറച്ച് ക്യാൻഡിൽസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ നിഫ്റ്റി ഒരു യഥാർത്ഥത്തിലുള്ളൊരു സ്ട്രെങ്ത്തുള്ള ബുള്ളിഷ്നെസ് കാണിക്കണമെങ്കിൽ, അല്ലെങ്കിൽ മാർക്കറ്റ് ഒരു ബുള്ളിഷ് മാർക്കറ്റിലോട്ട് മാറി, ഇതിപ്പോൾ ചിലപ്പോൾ ഒരു റിവേഴ്സലാണെങ്കിൽ മാർക്കറ്റ് ബുള്ളിഷ് ആകണമെങ്കിൽ ഒരു ഹയർ ഹൈ സ്ട്രക്ചർ ഉണ്ടാക്കണം. ഇപ്പോൾ ഒരു ഹയർ ഹൈ സ്ട്രക്ചർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ മുൻപ് ഉണ്ടാക്കിയ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു മേജർ ലെവൽ 23,700 എന്ന് പറയുന്നൊരു ലെവലാണ്. ഈ ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമുക്കൊരു സ്ട്രെങ്ത് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ ബാങ്കിൽ നോക്കുകയാണെങ്കിലും മിഡ് ക്യാപ്പിൽ നോക്കുകയാണെങ്കിലും, നമ്മൾ മിഡ് ക്യാപ്പിലാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ബൈ, മിഡ് ക്യാപ്പിലെ നല്ല സ്റ്റോക്കുകൾ ഒരു രക്ഷയില്ലാത്ത ബൈ ആണ് കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ മിഡ് ക്യാപ്പ് ഞാൻ ഇത്രയും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇൻഡെക്സുകൾ, മേജർ ഇൻഡെക്സുകളും ബാങ്ക് നിഫ്റ്റി ഞാൻ എക്സ്പെക്റ്റ് ചെയ്തു. ബാങ്ക് നിഫ്റ്റി എക്സ്പെക്റ്റേഷൻ അതങ്ങോട്ട് മീറ്റ് ചെയ്തിട്ടില്ലെങ്കിലും നിഫ്റ്റി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെവലാണ്. നമ്മൾ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു P19 വരെയും കറക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. മാർക്കറ്റ് ഒരു 21,000 അല്ലെങ്കിൽ ഒരു 21,800 21,000 റേഞ്ച് വരെയും പോകാൻ സാധ്യതയുണ്ട് മാർച്ച് മിഡോടുകൂടി അല്ലേ. അന്ന് ഞാൻ കൃത്യമായിട്ട് ആ March 20 എന്നുള്ള ഡേറ്റ് സ്പെസിഫൈ ചെയ്ത് പോലും പറയും. അതൊരു മാർക്കറ്റ് സൈക്കിൾ ഡേറ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ March 20 മുൻപ് തന്നെ റിവേഴ്സൽസ്, ഒരാഴ്ച മുമ്പ് തന്നെ റിവേഴ്സൽസ് കാണിച്ചു. ഇന്നും മാർക്കറ്റ് വളരെ നല്ലതാണ്. ഇനി നമ്മുടെ മുൻപിലിരിക്കുന്നത് April 2 എന്ന് പറയുന്ന ഒരു ഡേറ്റാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റാണ്. ഈ ഡേറ്റ് ആയിരിക്കും IT-നെയും അതുപോലെ തന്നെ ഫാർമേനെ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, അത് നമ്മുടെ ട്രംപ് അണ്ണൻ ഉള്ളത് കൊണ്ടാണ്. റെസിപ്രോക്കൽ താരിഫ് April 2 പ്രഖ്യാപിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇന്ത്യക്ക് ബാഡ് ആണ് എങ്കിൽ ഈ പറഞ്ഞ ബുള്ളിഷ്നെസ് ഒക്കെ നമുക്ക് ചിലപ്പോൾ പയ്യെ കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്നാൽ March 2 പ്രതീക്ഷിച്ച പ്രോബ്ലംസ് ഒന്നും, April 2 പ്രതീക്ഷിച്ച പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി സംസാരിക്കുന്നത് ഒരാഴ്ച കൂടി ഈ മാസത്തെ എക്സ്പയറിക്ക് ഉണ്ട്. നമ്മൾ FISൻ്റെ DISൻ്റെ അല്ലെങ്കിൽ പ്രോപ്പ് ട്രേഡേഴ്സിൻ്റെ ഒക്കെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻസിൽ അവർ പയ്യെ ബുള്ളിഷ് ആകുന്നുണ്ടെങ്കിലും ഫ്യൂച്ചേഴ്സിൽ അവരിപ്പോഴും നല്ല രീതിയിൽ ഷോർട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മാറണം, അതുകൂടി മാറണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ April 2 ഫിയർ ആയിരിക്കാം. അപ്പോൾ ചിലപ്പോൾ ഈ മന്ത് എൻഡിൻ്റെ ലാസ്റ്റ് വീക്ക് ഒരു പക്ഷേ ചെറിയ ബീറിഷ്നെസ് മാർക്കറ്റ് കാണിച്ചു എന്ന് വരാം. അപ്പോൾ ഇപ്പം ഈ ആഴ്ച കാണിക്കുന്ന 4 ദിവസത്തെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്രീൻ ക്യാൻഡിൽസിൻ്റെ അകത്തുനിന്ന് ഒരു ചെറിയ റീട്രേസ്മെൻറ്റ് ചിലപ്പോൾ അടുത്ത വീക്കിൽ ചിലപ്പോൾ വന്നേക്കാം എന്നൊരു തോന്നൽ എനിക്കുണ്ട്. അത് മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ മാർക്കറ്റ് സ്ട്രെങ്തൻ ആയി വരികയാണ്. ഇവിടെ നല്ല സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു FIS സെല്ലിംഗ് നിർത്തി ബൈബാക്ക് തുടങ്ങിയത് കൊണ്ടാണ് ഈ ഒരു ബുള്ളിഷ് റാലി വന്നത്. അതായത് എനിക്ക് തോന്നുന്നു ഡാറ്റ നോക്കുമ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് സെല്ലായിരുന്നു, തലേ ദിവസം അവർ ബൈ ആയിരുന്നു. അവരുടെ സെല്ല് കുറഞ്ഞു വന്നു. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് പോഡ്കാസ്റ്റിലൊക്കെ പറയുന്നുണ്ട് അവരുടെ സെല്ല് ഭയങ്കരമായിട്ട് കുറഞ്ഞു വന്നു. ഗ്രാജുവലി അവർ തിരിച്ചു വരും. നമ്മൾ മനസ്സിലാക്കേണ്ടത് DIS ഇങ്ങനെ വാങ്ങി കൂട്ടുകയാണ്, ഒരു രക്ഷയില്ലാത്ത ബൈയാണ് വാങ്ങിക്കൂട്ടുന്നത്. അതുപോലെ തന്നെ മറ്റൊരു അപ്ഡേറ്റ്സ് ഉണ്ട് DISനെ കേസ് പറയുന്ന പോലെ. റിസിഷൻ്റെ നമ്മുടെ ഫെഡ് റിസർവ് പറഞ്ഞ റിസിഷൻ്റെ ഫിയർ ഇല്ല എന്നുള്ളൊരു സാധനം പറഞ്ഞത് ഗ്ലോബൽ മാർക്കറ്റുകൾക്കും ഒരു പോസിറ്റിവിറ്റി ആകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ഇന്നലെ ഇന്ത്യയിൽ ഛത്തീസ്ഗഡിൽ ഏകദേശം ഒരു 2-3 ലക്ഷം കോടി രൂപ വില വരുന്ന
ഡയമണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് കൽക്കരി ഖനനത്തിൻ്റെ സമയത്ത്. എവിടെ, നമ്മുടെ അവിടെയാണോ? അല്ല, അവിടെ നിന്ന് ഒരു 10 റായ്പൂരിൻ്റെ അടുത്ത് നിന്ന് ഒരു 10-50 കിലോമീറ്റർ അടുത്ത് കോൾ ഇന്ത്യ കൽക്കരി ഖനനം ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിൽ ഒരു 4-5 ലക്ഷം കോടി രൂപ വില മതിക്കുന്ന ഡയമണ്ടുകൾ. അപ്പോൾ ന്യൂസൊക്കെ പുറത്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ അളിയൻ അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ ന്യൂസ് ഫസ്റ്റ് അറിഞ്ഞത്. പക്ഷെ അതെങ്ങനെ എങ്ങനെ അത് മാർക്കറ്റിനെ ഇമ്പാക്ട് ചെയ്യും എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ കോൾ ഇന്ത്യയുടെ സ്റ്റോക്കൊക്കെ ഞാൻ ഇന്ന് എടുത്ത് നോക്കി. അപ്പോൾ ആ ബുള്ളിഷ്നെസ് ഒന്നും അവിടെ കാണുന്നില്ല. ഇത് നമ്മുടെ എക്കണോമിയിലോട്ട് എന്തായാലും വരുമല്ലോ പയ്യെ. നമ്മളല്ല, ഛത്തീസ്ഗഡിലൊക്കെ ലോക്കൽ മീഡിയ ഒക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്രാജുവലി വരും. അപ്പോൾ ഇതും ഭയങ്കര പോസിറ്റിവിറ്റി ഉണ്ടാക്കാനൊരു സാധ്യതയുണ്ട്. എനിക്കറിയില്ല ഈ ന്യൂസൊക്കെ എങ്ങനെ ഇമ്പാക്ട് ചെയ്യും. അതെ, ഫസ്റ്റ് നമ്മൾ അറിഞ്ഞു ഈ ന്യൂസ് പടയപ്പ സിനിമയിലാണോ ഡയമണ്ട് ഹണ്ട് ചെയ്യുന്നത്. മീൻസ് അവര് മലയാളികൾ കുറെ ആൾക്കാർ ആഫ്രിക്കയിലൊക്കെ പോയി ഡയമണ്ട് ഹണ്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കാസർഗോഡ്, മലപ്പുറം, കോഴിക്കോടുള്ള കുറെ ആൾക്കാർ 2-3 ലക്ഷം രൂപ വില വരുന്നത് പറയുമ്പോൾ 2-3 ലക്ഷം രൂപ 2-3 ലക്ഷം കോടി രൂപ അങ്ങനെ പറയും. അതായത് നമ്മുടെ എക്കണോമിയുടെ ഒരു 10% to 5%-ത്തിനൊക്കെ ഒരു ലെവലിൽ എന്തോ വരും തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ പറയുന്ന DIAസിൻ്റെ അബ്സോർപ്ഷനാണ്. വാങ്ങിക്കൂട്ടുകയാണ്. DIAs ഡൗൺ പോയപ്പോഴും വാങ്ങുന്നു. എല്ലാ മാസവും DIAസിന് SIP വന്നുകൊണ്ടേയിരിക്കുന്നു, NFOs വന്നുകൊണ്ടേയിരിക്കുന്നു, ക്യാഷ് ഫ്ലോ വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇവരിതിനി എപ്പോൾ വിൽക്കും? മാർക്കറ്റ് തിരിച്ചു പോകുമ്പോഴും അവരുടെ കയ്യിലോട്ട് ഫണ്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അവർ വാങ്ങിയ സ്റ്റോക്കുകളെ പ്രോഫിറ്റ് എടുക്കണം എങ്ങനെയാണ്? എനിക്കതാണ് അവിടെയാണ് ഡൗട്ട്. DIAസിന് ഈ പ്രോഫിറ്റ്സ് എന്ന് ബുക്ക് ചെയ്യാൻ പറ്റും? അവരുടെ കയ്യിലോട്ട് ഇൻഫ്ലോ വന്നുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അവർക്ക് മണി ഇട്ടുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അപ്പോൾ FIAs തിരിച്ചു വരുമ്പോഴും മാർക്കറ്റിൽ DIAസിന് വലിയ കാര്യമായിട്ട് സെല്ല് ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. റീറ്റെയിലേഴ്സ് സെല്ല് ചെയ്താൽ ആര് സെല്ല് ചെയ്യുമ്പോഴാണ് FIAs തിരിച്ചു വരേണ്ടത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ മാർക്കറ്റിൽ എനിക്കറിയില്ല അങ്ങനെയാണോ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല. DIAs എങ്ങനെ ഇപ്രകാരം വാങ്ങിക്കൂട്ടുന്നു? DIAസിന് പ്രഷർ ഉണ്ടോ ഗവൺമെന്റിന്റെ? മീൻസ് ബൈ ചെയ്ത് മാർക്കറ്റിനെ പിടിച്ചു നിർത്താനുള്ള അതൊക്കെ ഉണ്ടാകാനുള്ള കാര്യങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു മ്യൂച്വൽ ഫണ്ട് ഒക്കെ ഒരുപാട് നാൾ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നല്ലേ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്. അല്ലല്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അവർ പ്രോഫിറ്റബിൾ ആകും മാർക്കറ്റ് തിരിച്ചു കയറുമ്പോൾ. പക്ഷേ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് അവർക്ക് വീണ്ടും ഫണ്ട് ഫ്ലോ വരുമ്പോൾ അവർക്ക് ഈ ഒരിക്കലും DIA സെൽ മോഡിലോട്ട് പോവില്ല എന്നുള്ളതാണ്. നമ്മുടെ മാർക്കറ്റിൻ്റെ ഒരു ബാക്ക് ബോണായിട്ട് അവരിങ്ങനെ സ്ഥിരമായിട്ട് ചിലപ്പോൾ നിന്നു എന്ന് വന്നേക്കാം. ഇതിൻ്റെ ഐഡിയൽ കണ്ടീഷനൊക്കെ ഭയങ്കര രസമായിരിക്കും. ഇതിനെ നമ്മളിങ്ങനെ ആലോചിക്കുകയാണ്. ഓക്കെ, FIAs വരുന്നു, DIAs സെല്ല് ചെയ്യുന്ന സിറ്റുവേഷനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് നോക്കും. പീക്ക് എത്തുമ്പോഴും DIAs തന്നെ ബൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഒരവസ്ഥ. കാരണം DIAസിന് ബൈ ചെയ്യാതിരിക്കാൻ വേറെ നിർത്തിയില്ലല്ലോ. കാരണം എന്താ, എല്ലാ മാസവും ഫണ്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആര് മാർക്കറ്റിൽ സെല്ല് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതൊക്കെ അങ്ങനെയൊക്കെ ആലോചിക്കും വളരെ രസകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൻ്റെ ബാക്ക് ബോൺ അവർ തന്നെയാണ്. അതുകൊണ്ടാണ് എന്താ പറയുക, ഇത്രയും കണ്ടീഷൻസിലും നമ്മൾ കുഴപ്പമില്ലാത്ത, നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ ബുള്ളിഷ്നെസ് മാർക്കറ്റിന് കാണിക്കാനായിട്ട് പറ്റുന്നത്. ഇവിടെ FIAs കൂടി നല്ല രീതിയിൽ തിരിച്ചു വന്നാൽ, ഐ തിങ്ക് April 2 ശേഷം പോസിറ്റീവാണ് കാര്യങ്ങളെങ്കിൽ FIAs തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് ചിലപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാൾ വലിയ ബുള്ളിഷ്നെസ് ചിലപ്പോൾ കാണിച്ചു എന്ന് വരാം. കാരണം DIAസിന് ഇൻഫ്ലോ ഉള്ളതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. വാല്യൂഷൻ വൈസ് നമ്മളെല്ലാം നല്ലൊരു കറക്ഷൻ വന്നു, നമ്മുടെ മാർക്കറ്റ് ഒരു ഹെൽത്തി കറക്ഷനിലോട്ട് പോയി തിരിച്ചു വന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ. ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ പോലും ഇതിനു മുമ്പ് ഉണ്ടാക്കിയ ഇലക്ഷൻ്റെ സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു ലെവലിൽ മാർക്കറ്റിൽ നിന്ന് അത് ഭയങ്കര വലിയൊരു സപ്പോർട്ട് ലെവലാണ്. അപ്പോൾ പലരും പറയുന്നുണ്ട് ഇവിടെ നിന്ന് ഒരു വെർട്ടിക്കൽ റാലി ഒന്നും ഉണ്ടാവില്ല, കുറേ നാളത്തേക്ക് മാർക്കറ്റ് സൈഡ് വൈസ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു സുനിൽ പോലും 2025 ഒരു സൈഡ് വൈസ് മാർക്കറ്റ് ആവാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണെന്ന് പല പോഡ്കാസ്റ്റിലും പറഞ്ഞിട്ടുണ്ട്. അപ്പം പക്ഷേ എനിക്ക് തോന്നുന്നു ആ റിക്കവറിക്ക് കാണുമ്പോൾ ഗ്യാപ്പിട്ട് ഇങ്ങനെ ഒരു 3 ദിവസമായിട്ട് ഇങ്ങനെ അത് അങ്ങനെ എത്ര ദിവസം അങ്ങനെയല്ല ശരിക്കും റാലി വരേണ്ടത്. ഗ്യാപ്പ് ഇട്ടുന്നത് കുറച്ച് റിസ്ക്കിയാണ് എന്നാണ് ഞാൻ പറയുന്നത്. എന്നാൽ ഈ പറഞ്ഞ 21,800 മിക്കവാറും മാർക്കറ്റ് ഒരു ബോട്ടം മേക്കിംഗ് ആയിരിക്കാം. അടുത്ത ദിവസങ്ങളിൽ കറക്ഷൻ വരില്ല എന്നൊന്നും ഞാൻ പറയാം. കറക്ഷൻസ് ചിലപ്പോൾ വന്നേക്കാം ഈ ഒരാഴ്ച കൂടിയൊക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരാശ്വസിക്കുക, അതായത് ഇതുവരെ പോർട്ട്ഫോളിയോ ഒക്കെ ബുക്ക് ചെയ്യാതിരിക്കുന്നവർക്ക് ഇവിടെ നമ്മൾ ഇനിയിപ്പോൾ ഒരു സൈഡ് വൈസ് ആയാൽ പോലും ഇവിടെ ബുള്ളിഷ് ആയിട്ടുള്ള ചില സ്റ്റോക്കുകളില്ലേ, നന്നായിട്ട് ബുള്ളിഷ് ആയിട്ടുള്ള ചില സ്റ്റോക്കുകൾ, ഈ സ്റ്റോക്കുകളെ നിങ്ങൾ നോട്ട് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്ത് അവരുടെ ഫണ്ടമെൻ്റൽ കൂടി ഉറപ്പാക്കി കഴിഞ്ഞാൽ
അടുത്ത റാലിയിൽ ഇവരായിരിക്കും മിക്കവാറും മാർക്കറ്റ് ലീഡേഴ്സായിട്ട് വരിക. തീർച്ചയായിട്ടും ഈ ഒരു 3-4 ദിവസമായിട്ട് വലിയ ബുള്ളിഷ്നെസ് കാണിക്കുന്ന സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്താണ് നമുക്ക് എൻ്റർ ചെയ്യാനായിട്ട് പറ്റുക. മാർക്കറ്റ് ഗ്രാജ്വലി ആണ് ബുള്ളിഷ് ആകത്തുള്ളൂ. ഞാനും ഒരു വെർട്ടിക്കൽ റാലി പ്രതീക്ഷിക്കുന്നില്ല. 23,700 മുകളിലോട്ടാണ് ഞാൻ ഒരു ബുള്ളിഷ് വ്യൂല് മാർക്കറ്റിനെ സമീപിക്കുന്നത്. 23,700 എത്തുമ്പോൾ തന്നെ അത്യാവശ്യം ബുള്ളിഷായി എന്ന് വേണം. അത് ബോട്ടത്തും തിരിച്ചു വരികയല്ല. നമ്മൾ ഇപ്പോൾ ഒരു സ്വിംഗ് ട്രേഡർ എപ്പോൾ എൻ്റർ ചെയ്യണം ഈ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയാൻ പറ്റത്തില്ല. അപ്പോൾ സ്വിംഗ് ട്രേഡർ മാർക്കറ്റ് ബുള്ളിഷ് മോഡിലോട്ട് പോകണം. മാർക്കറ്റ് ബുള്ളിഷും ബുള്ളിഷ് മോഡും ഈസ് ഡിഫറെൻറ്റ്. ഇതെല്ലാവരും മനസ്സിലാക്കണം. ഞാൻ ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട്, മോസ്റ്റ് ഓഫ് സ്റ്റോക്കുകൾ 50-day മൂവിങ് ആവറേജിൻ്റെ താഴത്ത് നിൽക്കുമ്പോൾ നമ്മൾ സ്വിംഗ് ട്രേഡ് ചെയ്യാൻ പാടില്ല. മോസ്റ്റ് ഓഫ് സ്റ്റോക്കുകൾ 50-day മൂവിങ് ആവറേജിൻ്റെ മുകളിൽ എത്തണമെങ്കിൽ മാർക്കറ്റ് തിരിച്ച് 23,700 മുകളിൽ എത്തണം എന്നുള്ളതാണ്. യെസ്, മിഡ് ക്യാപ്പിലും നിഫ്റ്റി 50-യിലുള്ള മേജർ സ്റ്റോക്കുകൾ ഈ പറഞ്ഞ ലെവലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത് സ്വിങ്ങിൻ്റെ സമയം ആയിട്ടില്ല എന്നുള്ള സ്വിങ്ങിൻ്റെ സമയം ആയി വരുന്നേ ഉള്ളൂ ഗ്രാജുവലി. ചില സ്റ്റോക്കുകളിലൊക്കെ നല്ല ചെറിയ ചെറിയ സ്റ്റോപ്പ് ലോസുകളിലുള്ള എൻട്രീസ് ഐഡൻറ്റിഫൈ ചെയ്ത് നിങ്ങൾക്ക് കയറാം. സ്റ്റോപ്പ് ലോസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം എപ്പോൾ വേണമെങ്കിലും ഒരു കറക്ഷൻ വീണ്ടും വന്നേക്കാം. കാരണം ഗ്ലോബൽ സിറ്റുവേഷൻസ് ഒന്നും അത്രയും നല്ലതല്ല. ട്രംപ് അണ്ണൻ മറ്റേ വാളുമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഏപ്രിൽ 2 എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ സ്ലോ ആൻഡ് സ്റ്റഡി എന്നുള്ളൊരു മൂവ്മെൻറ്റിൽ പിന്നെ ആകെ ഒരു ആശ്വാസം എന്നുള്ളത് പറയാനായിട്ട് മാർക്കറ്റ് തിരിച്ചിപ്പം ന്യൂ കമേഴ്സിനൊന്നും അറിയില്ല ഈ പൊട്ടി വീഴുമ്പോൾ എന്താണ് മാർക്കറ്റിൽ സംഭവിക്കണത് എന്നുള്ളത്. അപ്പോൾ ഒരു പച്ചപ്പ് കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷം. പറയുന്നത് ഈ പോഡ്കാസ്റ്റ് കാണുന്നവർ കമൻറ്റ് ചെയ്യട്ടെ, അവർ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഇതൊരു ടെമ്പററി ബൗൺസ് ആണോ, ബീറിഷ് ആണോ എന്നുള്ളത്. എല്ലാവരും ബുള്ളിഷ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ബീറിഷ് വ്യൂ സംസാരിച്ചപ്പോൾ നിങ്ങൾ ബീറിഷ്നെസ് മാത്രമേ പറയൂ, നിങ്ങളെല്ലാവരും മാർക്കറ്റിൽ നെഗറ്റീവാണ്, നിങ്ങളെല്ലാവരും പേടിപ്പിക്കുകയാണ്, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അന്ന് നമ്മൾ 3-4 മാസം കണ്ടിന്യൂസ്ലി മാർക്കറ്റ് നമ്മളിനി എന്ത് ചെയ്യും, അല്ലെങ്കിൽ നമ്മളിത് അവസാനിച്ച് എന്ത് ചെയ്യും, നമ്മൾ ലാസ്റ്റ് 2 വീഡിയോസിൽ മാർക്കറ്റ് ബോട്ട് എത്താറായി അല്ലെങ്കിൽ ബോട്ട് എത്തി പയ്യെ മേടിച്ചു തുടങ്ങാം എന്ന് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇത് റീട്രേസ്മെൻ്റ് ആണ്, ഇനിയും പൊട്ടും, ഇത് ടെമ്പററി ആണ് എന്നുള്ള കമൻറ്റുകൾ വരാനായിട്ട് തുടങ്ങി. അപ്പോൾ ഞാൻ പറയുന്നത് എപ്പോഴാണോ റീറ്റെയിലേഴ്സിൻ്റെ മൈൻഡ് സെറ്റ് ബീറിഷ് ആകുന്നത് അപ്പോഴായിരിക്കും മാർക്കറ്റ് തിരിച്ചു വരുന്നത്. എപ്പോഴാണോ റീറ്റെയിലേഴ്സിന് മാർക്കറ്റ് ഭയങ്കര ബുള്ളിഷായിട്ട് ഫീൽ ചെയ്യുന്നത് അപ്പോഴായിരിക്കും മാർക്കറ്റ് ബീറിഷ് ആയിട്ട് പോവുക. അപ്പോൾ ഞാൻ നമ്മുടെ വീഡിയോയുടെ കമൻസ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഐഡിയ കിട്ടും മാർക്കറ്റിനെ കുറിച്ച്. ഞാനത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതലായിട്ട് ഞാൻ നമ്മുടെ പോഡ്കാസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ബെയറിഷ് പറയുന്നതിൻ്റെ കമൻസും എന്നെ കുറിച്ച് മൊത്തത്തിൽ ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്, ഇൻവെസ്റ്റേഴ്സിന് എനിക്ക് ഭയങ്കര പുച്ഛാണ് എന്നുള്ളത്. അയ്യോ അതല്ല, അത് ഞാനാണ് അങ്ങനെ സംസാരിച്ചതെന്നാണ് എല്ലാവരും പറഞ്ഞത്. ഞാൻ പറയുന്നത് ഞാൻ ഇപ്പോഴും പറയാറുണ്ട്, ഒരു നോളജും ഇല്ലാതെ വെറുതെ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നവരുടെ കാശ് പോവും, ഒരു ഡൗട്ടും ഇല്ല. അത്രയും ബ്ലൈൻഡായിട്ട് പലരെയും ഫോളോ ചെയ്ത് അവർ കൊടുക്കുന്ന ടിപ്പ് കൊടുത്ത് ട്രേഡ് ചെയ്യാനാണ് ഇരിക്കുന്നതെങ്കിൽ ഒരു കാര്യമില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഒരു ഇതുണ്ടായിരുന്നു, ഇന്ന് ബൈ ചെയ്യാൻ പറ്റിയ ഇൻട്രാഡേ സ്റ്റോക്സും ആ പ്രൈസും ഒന്ന് പറഞ്ഞു തരുമോ. ഞാൻ റിപ്ലൈ കൊടുത്ത് ഞാനെങ്കിൽ ബൈ ചെയ്ത് തരട്ടെ, അക്കൗണ്ട് ഇങ്ങോട്ട് തരും, ഞാനിങ്ങോട്ട് ബൈ ചെയ്ത് തരാമെന്നാണ്. ആളുകൾക്ക് അതാണ് വേണ്ടത്. ആ സ്പൂൺ ഫീഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കി കൈ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഹാപ്പിയാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റ് സ്കാമുകളും MLM ഓരോരുത്തരൊക്കെ ചെയ്യുന്ന സ്കാമിൻ്റെ ഒക്കെ അല്ല, സ്റ്റോക്ക് മാർക്കറ്റിൽ ചില ആൾക്കാരൊക്കെ ചെയ്യുന്ന ഉഡായിപ്പൊക്കെ കേട്ടിട്ട് കിളി പറന്നു. അങ്ങനെ ആളുകളെ പറ്റിച്ച് പലരും പേരൊന്നും പറയാൻ പറ്റില്ല എന്നുകൊണ്ടാണ്. പിന്നെ അവിടെ നമ്മുടെ താഴെ കമന്റ്. ഞാൻ പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് പറ്റിക്കപ്പെടാൻ ഒത്തിരി സാധ്യതയുള്ള സ്ഥലമാണ്. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി മാത്രം പോവുക. അതേപോലെ തന്നെയാണ് മാർക്കറ്റ് മൂവ്മെൻറ്റും. ഇതേ ഗ്രീഡ് മൈൻഡ് സെറ്റുള്ള ആൾക്കാർക്ക് ലോസ് വരുത്തിക്കൊണ്ടേ മാർക്കറ്റ് എപ്പോഴും മൂവ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ വ്യൂവിന് എഗെയിൻസ്റ്റ് ആയിട്ട് മാർക്കറ്റ് എപ്പോഴും പോകുന്നത്. അപ്പോൾ ഇത് മാർക്കറ്റിനെ അങ്ങോട്ട് പറക്കും എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഗ്രാജുവലി മാർക്കറ്റ് ബുള്ളിഷ്നെസ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട്. 23,700 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു ബുള്ളിഷ് മോഡിലോട്ട് മാറിയെന്നും അവിടെ നിന്ന് ഗ്രാജുവലി ഓൾ ടൈം ഹൈയിലോട്ട് പോകും എന്നൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇതാണ് എൻ്റെ മാർച്ച് 20 അപ്ഡേറ്റ്. വേറെ ഒന്നുമില്ല. കഴിഞ്ഞ സുനിലിനെ ഞാൻ ഇന്ന് പോഡ്കാസ്റ്റിൽ മാർച്ച് 20 സുനിൽ ഏറിലായിരിക്കും കളിയാക്കി. അതെ, ഈ മാർച്ച് 20 1% ബുള്ളിഷ്നെസ് ഞാൻ ഖേദിക്കുന്നു. ഈ മാർച്ച് 20 1% ഒരു ബുള്ളിഷ്നെസ് നമുക്ക് കണ്ട് നിർവൃതിയാണ്. തീർച്ചയായിട്ടും നമുക്കിപ്പോൾ നമ്മുടെ ഫേസിൽ പോലും ആ ഒരു പലരും പറയാനുണ്ടോ സങ്കടപ്പെട്ടിരിക്കണേ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ശരിക്കും തുറന്ന് തന്നെ നമ്മൾ സന്തോഷിക്കണം.
കാരണം എൻ്റെ പോർട്ട്ഫോളിയോ എനിക്ക് നല്ല ഒരു കോൺഫിഡൻസ് തന്നിട്ടുണ്ട്. ഒരു 50% ഒക്കെ ലോസിൽ നിന്ന് എൻ്റെ പോർട്ട്ഫോളിയോ 10% ലോസിലേക്ക് വന്നിട്ടുണ്ട്. സോ അതൊക്കെ എന്താ പറയുക, നമുക്ക് മെന്റലി ഒരു ഇനി നമുക്ക് ഗ്രാജുവലി റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന മണിയോട് ആഡ് ചെയ്യാന്നുള്ളതാണ്. ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു, സ്റ്റെപ്പായിട്ട് ആഡ് ചെയ്യാം. അപ്പം പിന്നെ ന്യൂ കമേഴ്സിനാണെങ്കിൽ ആ ഒരു റിക്കവറി വന്നല്ലോ. നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത നല്ല ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റോക്കുകൾ കമന്റ് ഞങ്ങൾ കൂടി വാങ്ങാം. തീർച്ചയായിട്ടും. കാരണം ബെയറിഷ് മാർക്കറ്റിൽ പോലും പിടിച്ചെന്ന് ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ റിക്കവറി വരാൻ ഞാൻ ഇതിലേക്ക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അത് മിക്കവാറും നമ്മുടെ അടുത്തൊരു ബുള്ളിഷ് റാലിയിലെ ആരെങ്കിലും വേണ്ട ലീഡ് ചെയ്യാൻ. മിക്കവാറും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളായിരിക്കും അടുത്ത ബുള്ളിഷ് റാലി ലീഡ് ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു മേജർ സെക്ടറായിട്ട് നമുക്കതിനെ പരിഗണിക്കാം. ഡിജിറ്റൽ പ്ലാറ്റ്ഫോം കമ്പനികളെ കൃത്യമായിട്ട് അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് കമ്പനികളെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സുനിൽ മാർച്ച് 20 ഡേറ്റിന് മുമ്പ് പറഞ്ഞപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നു March 20 എൻ്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ കൂടി വിഷ് ചെയ്യാണ്. എല്ലാവരും വിഷ് ചെയ്യണം കേട്ടോ. അതെ, നല്ലൊരു ദിവസമായിരുന്നു എന്തായാലും. അപ്പോൾ മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ കൂടി വിഷ് ചെയ്യാണ്. നമുക്ക് തുടർന്നും ഈ ബുള്ളിഷ്നെസ് നിലനിൽക്കട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. അതെ, അങ്ങനെയൊന്നുമില്ല. എന്നാലും ഈ ഒരു ബുള്ളിഷ്നെസ് കണ്ടപ്പോൾ ഈ ഒരു ദിവസം നമ്മൾ സ്പെസിഫൈ ചെയ്തുകൊണ്ട് ഒരു പോഡ്കാസ്റ്റ് നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ച് വന്നതാണ്. സോ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.